ഹലോ ഹലോ ഇന്നിതാ വെള്ളിയാഴ്ച ജൂലൈ 25 കേട്ടോ. ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വ്ളോഗൊന്നും എടുക്കണം എന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ദിവസമല്ലേ അത് ഒന്ന് കാണിക്കാമെന്ന്. കാരണം ഞാൻ കുക്ക് ചെയ്യുമോ എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു. ഞാൻ കുക്ക് ചെയ്യും എന്നതിന് തെളിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കണമെന്ന് കാണിച്ചു തരാം. സ്പെഷ്യലൊന്നും അല്ല, പക്ഷേ എനിക്കിനി 2 നൈറ്റ്സാണ് കേട്ടോ. ഇന്ന് നാളെ നൈറ്റാണ്. അപ്പോൾ പിന്നെ എനിക്ക് കുക്കിങ്ങിനൊന്നും സമയമില്ലല്ലോ, വന്നിട്ട് കിടന്നുറങ്ങണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 ദിവസത്തേക്കുള്ളത് അങ്ങ് ഫുള്ളി കുക്ക് ചെയ്ത് വെക്കാമെന്ന്. പിന്നെ സൺഡേ നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുക്കിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് വെള്ളി, ശനി, ഞായർ, ഇനി തിങ്കളാഴ്ച എൻ്റെ വീട്ടിൽ കുക്കിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കാര്യമായിട്ട് അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്നൊരു 3-4 ദിവസത്തേക്ക്. അങ്ങനെ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരട്ടെ. ഇനിയിപ്പോൾ എനിക്ക് 2 ദിവസം നൈറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ ചപ്പാത്തി ആയിരിക്കുമല്ലോ 2 ദിവസവും, അതായത് ശനി ഞായറും. അതുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇച്ചിരി മെഴുക്കുവരട്ടി പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇവിടെ ഇതാണ് ഇഷ്ടം, ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. ചാറായിട്ട് വെക്കുന്ന ആർക്കും ഇഷ്ടമല്ല. അടിപൊളിയല്ലേ ഗൈസ് കാണാൻ? ക്യാമറയിൽ എങ്ങനെയാണാവോ എന്തോ കാണുന്നത്, പക്ഷെ കാണാൻ നേരെ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ് തോരൻ, പിന്നെ പയർ മെഴുക്കുവരട്ടി. ഇതൊക്കെ റോയ്സിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റോയ്സിനായാലും പിള്ളേർക്കായാലും എനിക്കായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ എൻ്റെ കുക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊട്ടറ്റോ മെഴുക്കുവരട്ടിയുടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെക്കാം ഇനിയിപ്പം. എൻ്റെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി, ഇത് മോരുകറിയൊക്കെ ഉള്ളപ്പോൾ റോയ്സിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കിയത്. പിന്നെ ഇന്നലെ വെച്ച മോരുകറി ഉണ്ട് കേട്ടോ. അപ്പോൾ മോരുകറി ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു പയർ മെഴുക്കുവരട്ടിയും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും ഉണ്ടാക്കുവാണെങ്കിൽ ഓരോ ദിവസം അതങ്ങ് പോയിക്കോളൂല്ലോ. പിന്നെ മോരുകറിയുടെ കൂടെ ക്യാരറ്റ് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് തോരനും ഉണ്ടാക്കി. 2 ദിവസം മുന്നേ വെച്ച അയലക്കറിയും കൂടെ ഉണ്ട്. ഇനി ഒരു 4 കഷ്ണം കൂടെ ഉള്ളൂ. അതിപ്പോൾ ഇന്ന് നമ്മൾ ചോറുണ്ട് കഴിയുമ്പോൾ തീരും. മീൻകറി തീരും. നാളെ മറ്റന്നാളും ഒക്കെ ഇനി നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞാൻ നൈറ്റിന് പോകുമ്പം നോർമലി ഉണ്ടാക്കാറുള്ളതല്ല. ഈ ആഴ്ച നൈറ്റിന് പോകുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണേ. എല്ലാ ആഴ്ചയും ഇങ്ങനെ മാറി മാറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. സാമ്പാർ, ചൊരക്ക പയർ, പിന്നെ എന്താ ഉണ്ടാക്കാറ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. പരിപ്പ് സ്പിനാഷ് രണ്ടും കൂടെ വെച്ചിട്ടുള്ളൊരു കറി. അങ്ങനെ ഓരോ ആഴ്ച ഓരോ കറികൾ മാറി മാറി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ എൻ്റെ നൈറ്റിലേക്കുള്ള 4 കറികൾ, 4 ഇപ്പം എത്രയായി? മോരുകറി, ഗ്രീൻ പീസ് കറി, അത് ചപ്പാത്തിക്കാട്ടോ. പിന്നെ പയർ മെഴുക്കുവരട്ടി, പൊട്ടറ്റോ മെഴുക്കുവരട്ടി, ക്യാരറ്റ് തോരൻ, അടിപൊളി 5 കറികളായി. ഇനി പിന്നെ എന്താ വേണ്ടേ? 3-4 ദിവസം അടിപൊളിയായിട്ട് കഴിക്കാം ഇനി. അപ്പോൾ ഇതൊക്കെയാണ് നൈറ്റ് ഷിഫ്റ്റിന് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. കുറേ കറികൾ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ എനിക്ക് പേടിക്കണ്ടല്ലോ 2-3 ദിവസത്തേക്ക്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പം നോർമൽ റുട്ടീനൊക്കെ. ഞാൻ കുളിക്കും, പിള്ളേരെ കുളിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ചോറും കൊടുത്ത് ഞാനും ചോറുണ്ട് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി രാത്രി എഴുന്നേറ്റ് ജോലിക്ക് പോകും. ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കറികളൊക്കെ വേറെ വേറെ പാത്രത്തേക്കൂടെ മാറ്റി എല്ലാം അടച്ചു വെച്ച് ആ പാത്രങ്ങൾ മുഴുവൻ കഴുകി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ കഴിയും. പിന്നെ എനിക്കൊരു ഗുണം എന്താണെന്നറിയോ? ഞാൻ കുക്ക് ചെയ്യുന്നതിനോടൊപ്പം എല്ലാം കഴുകി വൃത്തിയാക്കി പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ മെസ്സായിട്ട് എൻ്റെ കിച്ചൺ വരാറില്ല. കണ്ടോ? അയ്യോ കണ്ടോ? ഞാൻ അപ്പം തീരുന്ന കറികളായാലും അപ്പം ചെയ്യുന്ന കാര്യങ്ങളും അപ്പം കഴുകി വൃത്തിയാക്കി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ വലിയ മെസ്സ് കാര്യങ്ങളൊന്നും വരാറില്ല. അപ്പം എൻ്റെ സിങ്കായാലും എല്ലാം ക്ലീനാണ്. എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കറികളുടെ പാത്രങ്ങളും കൂടെ ഉള്ളൂ. അത് കറികൾ മാറ്റി കഴിയുമ്പം അതും കൂടെ അങ്ങ് കഴുകി വയ്ക്കും. ഞാൻ അപ്പം ചെയ്ത് പോകുന്നത് കൊണ്ട് എനിക്കങ്ങനെ അവസാനം ഭയങ്കര വലിയ മെസ്സ് അങ്ങനെ വരാറില്ല കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. എൻ്റെ അമ്മ അങ്ങനെയാണ്, അപ്പം ക്ലീൻ ചെയ്ത് പോയില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ അത് ചെയ്ത് കണ്ട് പഠിച്ച്. ഈവൻ എൻ്റെ അമ്മച്ചിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ അമ്മച്ചിന്ന് വെച്ചാൽ എൻ്റെ അപ്പയുടെ അമ്മ. ഞാൻ അമ്മച്ചിയുടെ കൂടെ നിന്നാണ് വളർന്നത്. അപ്പോൾ എൻ്റെ അമ്മച്ചിയും അങ്ങനെ തന്നെയായിരുന്നു. കുക്ക് ചെയ്യുന്നതിനോടൊപ്പം എല്ലാം ക്ലീനാക്കി എല്ലാ ഡിഷസും വാഷ് ചെയ്ത് അങ്ങനെ വെച്ച് കണ്ടാൽ ഞാൻ വളർന്നത്. എൻ്റെ അമ്മ കുക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാം അപ്പം ക്ലീൻ ചെയ്ത് അപ്പം ചെയ്തിട്ട്. അതുകൊണ്ട് എനിക്കും അത് അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ വട്ട് പിടിക്കണ ഫീലിങ്ങൊക്കെ, ദേഷ്യം വരും അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ക്ലീൻ ചെയ്തൊന്ന് പോയി നോക്കിക്കുക, അടിപൊളിയാണ്. എനിക്കങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും ഇഷ്ടമല്ലെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും ഈ കറികളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഓരോരോ പാത്രങ്ങളിൽ കൂടി എൻ്റെ കറികളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറി കഴിയുമ്പോഴത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. പക്ഷേ എൻ്റെ സിങ്ക് ഇപ്പോൾ വൃത്തിഹീനമായി കിടക്കുകയാണ്. എൻ്റെ പാത്രങ്ങളെല്ലാം സിങ്കിൽ കൊണ്ടിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി പറക്കിയെടുത്ത് വെക്കണം. ഈ സ്റ്റൗവും ചൂടാറി കഴിയുമ്പോൾ ഒന്ന് തുടച്ച് വെക്കണം. അത്രയും കൂടി ഇനി എനിക്കുള്ളൂ പണി എന്ന് പറയുന്നത്. ഈ സ്റ്റൗവിൽ ഇപ്പോൾ ചൂടല്ലേ, അതുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയൊക്കെ പൊള്ളിയാലോ. ജോലിക്കൊക്കെ പോകാനുള്ളതല്ലേ, കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാടാണ്. അപ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വരാം അല്ലേ. അപ്പോൾ ദാ നമ്മുടെ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ദോ ഇരിക്കുന്നു എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ളത് സ്റ്റൗ ആണ് കേട്ടോ. അതിൽ സ്റ്റൗവിൽ ഞാൻ പകുതി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഈ സ്റ്റൗ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മിസ്റ്റർ ക്ലീൻ്റെ ഇത് സ്റ്റൗവിനും ഫ്രിഡ്ജിനും ഡിഷ് വാഷറിനും ടോയ്ലറ്റിനും ഒക്കെ ആവശ്യം ചെയ്യാവുന്നതാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഡീപ്പ് ക്ലീനിങ് മിസ്റ്റാണിത്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചിടും. സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ അടിച്ചിട്ടിട്ട് മാറിയിരിക്കും മോനെ, ഇതിൻ്റെ സ്മെല്ലടിക്കണ കൊള്ളത്തില്ല, എസ്പെഷ്യലി കിഡോസ്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചിടും. എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടയ്ക്കും. അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ ക്ലീനിങ് സൊല്യൂഷനിൽ തൊടാൻ പാടുള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് നമ്മുടെ സ്റ്റൗ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എണ്ണയുടെയോ കാര്യങ്ങളുടെയോ ഒന്നും സ്മെല്ലില്ലാതെ, അതുപോലെ നമ്മുടെ കറികളുടെയോ ഒന്നും സ്മെല്ല് പിന്നെ ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ സ്റ്റൗവിൽ. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല വെളുത്ത് തുടുത്ത. പിന്നെ ഇതാ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ഓൾ പർപ്പസ് ക്ലീനർ വെച്ചിട്ട് ചെയ്തിടും കേട്ടോ. ഞാൻ മെത്തേഡിൻ്റെ ഓൾ പർപ്പസ് ക്ലീനറാണ് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിടും, എന്നിട്ട് അങ്ങ് തുടച്ച് കളഞ്ഞേക്കും. അത്രേ ഉള്ളൂ. നല്ലൊരു തുണി വെച്ചിട്ട് ഇതാ ഒന്നങ്ങ് തുടച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല ക്ലീനായിട്ട് കിച്ചൺ ഇരിക്കുകയും ചെയ്യും. ഓയിലിൻ്റെ പ്രശ്നങ്ങളോ എണ്ണമയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കബേർഡ്സിലോ കാര്യങ്ങളിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കബേർഡും കൂടെ തുടച്ച് വെക്കും, അതുകൊണ്ടാണ് കബേർഡെന്ന് പറഞ്ഞത്. കബേർഡിൽ അടിച്ചത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതുമൊക്കെ ആയിരുന്നതുകൊണ്ട്. എനിവേസ് ഇതാ കബേർഡിൻ്റെ ഈ ഏരിയാസും കൂടെ ഞാൻ തുടച്ചിടുന്നത് കൊണ്ട് ഒരിക്കലും ഓയിൽ മയം ഒന്നും എൻ്റെ കബേർഡിൽ വരാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞു, കുക്കിങ്ങും കഴിഞ്ഞു. ആഹാ അടിപൊളിയല്ലേ ഗൈസ് എൻ്റെ കിച്ചൺ. ഹായ് റൂട്ടി, ഹായ് പറയണു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഇതാ റോങ്കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം എന്താ, കുളിക്കുക, ഫുഡ് കഴിക്കുക, കിടന്നൊരൊറ്റ ഉറക്കം ഉറങ്ങുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ മെയിനായിട്ട് ഈ ഒരു വ്ളോഗ് ചെയ്തത്, ഞാൻ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിഷ്ടമല്ലെങ്കിലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. അതെ, മീ ആൻഡ് ചേട്ടാ വോണ്ട് സ്ലീപ്പ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ മെയിനായിട്ട് ഈ വ്ളോഗ് എടുക്കാൻ കാരണം, ഞാൻ അത്യാവശ്യം എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ കുക്കിംഗ് ഇഷ്ടമല്ല, ഞാൻ കുക്ക് ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആൾക്കാർ വിചാരിക്കണം ഞാൻ കുക്ക് ചെയ്യണില്ലെന്ന്. 1-2 പേരെന്നോട് അത് പേഴ്സണലി സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എടുത്തത്. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യും. എനിക്കിഷ്ടമല്ല എങ്കിലും, കുക്കിംഗ് ഇഷ്ടമല്ല അത് സത്യമാണ്, പക്ഷേ എന്നാലും ഞാൻ അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗിലൂടെയെങ്കിലും ഞാൻ കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണെന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.